അപ്പോൾ ഇത് ഉത്സവമാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പം ഇങ്ങനെയൊക്കെ കുറേ കടകളും ഇതൊക്കെ വന്നപ്പം എടുത്ത് യൂട്യൂബിലൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങളും കുറേ ദിവസമൊക്കെ ആയി കാണുമല്ലോ ഈ കോവിഡിനൊക്കെ ശേഷം ഉത്സവങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്നാലും പിള്ളേർക്കുള്ള റൈഡുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് കാണിക്കാൻ ഇപ്പം കോവിഡും ഇതൊക്കെ കുറഞ്ഞതുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. കുറേ സ്റ്റാളുകളും ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് പിള്ളേർക്കുള്ള റൈഡാണ്. ഇതിൽ കയറാൻ വേണ്ടി ഒരു കുട്ടിക്ക് 60 രൂപയാണ്. പക്ഷേ ഇതിൽ വേറൊന്നുമില്ല, ഇങ്ങനെ കയറുക, മുകളിലോട്ട് കയറുക, ചറുകി വീഴുക, ഇതൊക്കെ തന്നെയാണുള്ളത്. വലിയ കാര്യമല്ല, ഇതൊക്കെ പിള്ളേർക്ക് സന്തോഷം. മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരൻ്റെ മക്കളാണ്. ഇപ്പം കയറുന്നതല്ല, ഏറ്റവും മുകളിൽ ഇപ്പം നിൽക്കുന്ന 2 കുട്ടികൾ. അവർക്കൊരു സന്തോഷം. പക്ഷെ വലിയതൊന്നുമില്ല. ചാക്കി ഇറങ്ങുക, ചറുകി ഇറങ്ങുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ചായ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് ചായ എന്ന് പറഞ്ഞ ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 10-35 കിലോമീറ്ററിന് കൂടുതലുണ്ട് ഇങ്ങോട്ട് വരെ. ഇവിടെ ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പിള്ളേർക്ക് വേണ്ടി ചെറിയൊരു പാർക്ക് പോലെ, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിലൊരു കുട്ടിക്ക് 60 രൂപയാണ് ചാർജ്. 60 രൂപ വാങ്ങിക്കുക ഇതിലൊന്നും ഇല്ല. പക്ഷെ എത്ര നേരം വേണമെങ്കിലും കളിക്കാൻ സമയമൊന്നുമില്ല. പിള്ളേരെ നമ്മളിവിടെ ആക്കിയിട്ട് നമുക്ക് ഒരാൾ ഇവിടെ നിന്നാൽ മതി. ബാക്കിയുള്ളവർക്ക് ഉത്സവം കണ്ട് കറങ്ങി വരുമ്പോഴത്തേക്കും പിള്ളേർ ഇവിടെ നിന്നോളും. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണിത്. അങ്ങനെ നമ്മൾ ഉത്സവത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ട് നമുക്ക് പോകണം. അപ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് കളിച്ചോളും, ഒരാളിവിടെ നിന്നാൽ മതി. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ കണ്ടാട്ടോ അവർക്ക് ചറുകി വരുന്നത് ഇതൊക്കെ പല രീതിയിലുള്ള വെറൈറ്റികളാണ്. ഇത് മാത്രമല്ല, ഇവിടെ പലതരം റൈഡുകളുണ്ട്. നമുക്ക് അടുത്ത റൈഡിലോട്ട് പോകാം. ഇത് വെള്ളത്തിൽ ഓടുന്ന ബോട്ട്, ഇങ്ങനെ കൈ കൊണ്ട് കറക്കി റിവേഴ്സും ഫോർവേഡും എല്ലാം ഉള്ള, ഇതൊക്കെ ഒരു പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു രസം. പിള്ളേരതിൽ റൈഡ് ചെയ്യുന്നു, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. ഇത് ഞാൻ ഇപ്പോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർക്ക് കാണുകയും ചെയ്യാമല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊരു കാർട്ടൂണൊക്കെ നമ്മൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. പിള്ളേർ ഇതേപോലെ ചെയ്യുന്നതൊക്കെ ഒരാൾ കാണുമ്പോഴത്തേക്കും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്. നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത ഇതുപോലുള്ള റൈഡുകൾ, ജെയിൻറ്റ് വീല്, ചെറിയ രീതിയിലുള്ള ജെയിൻറ്റ് വീല് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉത്സവം ട്രിവാൻഡ്രത്ത് ഇങ്ങനെയൊക്കെ ഉത്സവം പറഞ്ഞത് അപൂർവമായിട്ടായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. ചെറിയ അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങളൊന്നും ഇങ്ങനെയൊന്നും വലുതായിട്ട് ആഘോഷിക്കാറില്ല. ചെറിയ അമ്പലമാണ്, എന്നാലും നല്ല രീതിയിൽ പാർക്കും സംഭവങ്ങളും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അവർ. അപ്പോൾ നമ്മളെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം സൗണ്ട് ക്ലിയർ ആകുമെന്നറിയില്ല. അപ്പോൾ ഇത് പിള്ളേരിതാ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇവരിപ്പോഴും അവിടെ നിന്ന് കളിക്കുകയാണ്. നമ്മൾ പോയിട്ടൊക്കെ വന്നു, അപ്പോഴും അവർ അവിടെ നിന്ന് കളിക്കുകയാണ്. നിങ്ങളുടെ എവിടെയും എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ നിങ്ങളുടെ പ്രദേശങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് താഴെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്കിത് കാണുമ്പോൾ മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചായം ക്ഷേത്രത്തിലെ ഉത്സവം. ഇതുപോലുള്ള റൈഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം പിള്ളേർ ഇവിടെ എൻജോയ് ചെയ്യട്ടെ. കാണാൻ പറ്റുന്നവർ കാണുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക.